ഇപ്പോൾ CPM വിട്ടതിന് ശേഷം AP അബ്ദുള്ളക്കുട്ടി കൂടുതൽ അടുപ്പം കാണിച്ചത് ലീഗിനോടായിരുന്നു. ആദ്യം അദ്ദേഹത്തിന് UDF-ൽ വേദി കൊടുത്തതും ലീഗാണ്. പക്ഷേ അദ്ദേഹം ലീഗിൽ ചേരാതെ എന്തുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിന്നു? അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണല്ലോ. ഒന്ന്, പിന്നെ ലീഗിൽ ചേരുക എന്ന ഒരു അജണ്ട സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ലീഗ് വേദി കൊടുത്തു, ഞങ്ങൾ ഇപ്പോഴും വേദി കൊടുക്കുന്നുണ്ട്, ഇനിയും കൊടുക്കും. കാരണം CPM-ൽ നിന്ന് ഒരാൾ കണ്ണൂരിൽ പുറത്തിയാടിയാൽ ലീഗിലായാലും കോൺഗ്രസിലായാലും ഞങ്ങൾ അതിനൊരു വ്യത്യാസം കാണുന്നില്ല. ആ ആളെ ഞങ്ങൾ കാര്യമായി സപ്പോർട്ട് ചെയ്യും. MVR-ന്റെ കാര്യത്തിൽ ഉണ്ടായത് അതാണല്ലോ. തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും എത്രത്തോളം ആദർശനിഷ്ഠമായ ഒരു സമീപനം താങ്കൾക്ക് ഉൾക്കൊള്ളാനാവും? ചില കാര്യങ്ങളിൽ NDF-മായി ഒരു നിശബ്ദ കൂട്ടുകെട്ട് ലീഗിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അവർ രൂപവൽക്കരിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ട എന്ന്, അവർ മത്സരിക്കാത്ത 2 മണ്ഡലങ്ങളിൽ വേണ്ട എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഈ വോട്ട് വേണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പേ ഇല്ല. കാരണം ഒരു വോട്ടും ഞങ്ങളുടെ പെട്ടിയിൽ കഴുകി വൃത്തിയാക്കി ഇടാനുള്ളൊരു മെക്കാനിസം ഇല്ല. ഈ വേണ്ട എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ വോട്ട് വരുന്നവന്റെ വോട്ട് നോക്കി പെട്ടിയിലിടാനുള്ള ഒരു ഇത് വേണ്ടേ? പക്ഷെ താങ്കളുടെ പാർട്ടിയിലെ തന്നെ MK മുനീറും KM ഷാജിയും ഒക്കെ ഒരു പരസ്യ യുദ്ധത്തിലാണ് NDF-നെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ഒക്കെ. പക്ഷെ താങ്കൾക്ക് ആ ഒരു രീതി കാണുന്നില്ല. അല്ല, എനിക്ക് തെരഞ്ഞെടുപ്പല്ലാത്ത കാലത്ത് ഞാനും എൻ്റെ പാർട്ടിയുടെ ഐഡിയോളജി വെച്ച് അവർക്കെതിരായി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പല്ലാത്ത കാലത്ത്. തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എന്നോട് ചോദിക്കപ്പെടുന്ന ചോദ്യം വോട്ട് വേണോ വേണ്ടേന്ന്. മനസ്സിലായില്ലേ? അതൊരു മണ്ടത്തരമാണ്. ആ ചോദ്യം തന്നെ ഒരു മണ്ടത്തരമാണ്. ഇതിനാരും മറുപടിയും നേർക്ക് പറയാറില്ല. ഇന്നലെ ഞാൻ TV കണ്ടു, ഒരു LDF-ന്റെ നേതാവിനോട് ചോദിക്കുന്നുണ്ട് PDP-ന്റെ വോട്ട് വേണോ വേണ്ടേ ആലപ്പുഴ. മറുപടി പറഞ്ഞില്ല, തപ്പി പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ആ ജാതി തപ്പലിന് ഞാനില്ല. അപ്പൊ അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തില് അത്തരം കാര്യങ്ങൾ കഴിയില്ല എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഒരു പാർട്ടിക്ക് ചില നിലപാടുകൾ വേണ്ടേ, സത്യസന്ധത വേണ്ടേ? കഴിയില്ല എന്നല്ല, വസ്തുനിഷ്ഠമായ സമീപനം അല്ല വോട്ട് വേണ്ട എന്ന് പറയുന്നത്. അതൊരു തന്ത്രമാണ്. മറുവശത്ത് നിന്ന് കൂടുതൽ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമാണ്. ഇപ്പോൾ മുനീറോ ഷാജിയോ എടുക്കുന്നത് പോലെ വികാരപരമായ ഒരു സമീപനം NDF-നെതിരെ താങ്കൾ എടുത്തിട്ടുണ്ടോ? എല്ലാവരും വിമർശിക്കുകയാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷ, മുനീറിന് മുനീറുടെ ഭാഷ, ഷാജിക്ക് ഷാജിയുടെ ഭാഷ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ആ ഭാഷയിൽ ഒരു വലിയ വ്യത്യാസം ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് താങ്കൾക്ക് അത്തരം സംഘടനകളെ നിശ്ചിതമായി എതിർക്കാൻ കഴിയാത്തത്? ഇല്ല, ആ ഭാഷയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ആ ഭാഷയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുകയാണ്. ഭാഷയിലുള്ള വ്യത്യാസത്തിന് അപ്പുറത്ത് ചിലതൊക്കെ കൂടി താങ്കൾക്കും മുനീറിനും ഇടയിലുണ്ട് എന്ന് അടുത്ത കാലത്ത് ചർച്ചകളിലൂടെ വെളിപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ചാനൽ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും 2 ഭാഗത്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ താങ്കളെ ആ ചാനലിന്റെ തുടക്കത്തിൽ അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നത് ശരിയാണോ? ഞാൻ ചാനലിൻ്റെ അകത്ത് കയറാൻ നോക്കിയിട്ട് വേണ്ടേ മാറ്റി നിർത്താൻ നോക്കണം. എനിക്ക് ചാനൽ ഇപ്പോഴും, അപ്പോൾ മുസ്ലിം ലീഗ് ചാനൽ തുടങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് പ്രകടമായ ചില പ്രയാസങ്ങളുണ്ട്, മറ്റുള്ളവരെ മാതിരിയല്ല. കാരണം ഞങ്ങൾ കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു സംഘടനയാണ്. അല്പം ഞങ്ങളത് അഭിമാനത്തോടു കൂടി പറയട്ടെ, പല കാര്യങ്ങളിലും ഞങ്ങൾ അല്പം യാഥാസ്ഥിക സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഒരു ചാനൽ ഓൺ ചെയ്താൽ ഒരുപാട് പ്രയാസങ്ങൾ പാർട്ടിക്ക് വരും. കാരണം ചാനൽ എന്ന് പറയുമ്പോൾ പാർട്ടിപരമായ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടും. പിന്നെ അതുപോലെ തന്നെ പാട്ട്, ആട്ടം എല്ലാം അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റൂല പാർട്ടിക്കകത്തുള്ളവർ. അപ്പം ഞാൻ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, സെക്രട്ടറി, അന്ന് എനിക്ക് തോന്നുന്നു വളരെ അസംബ്ലി പാർട്ടി ലീഡർ, ഞാൻ ഡയറക്ടർ പോലും ആവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴും ലീഗ് ഒരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് സെക്ടറിലോ മറ്റോ തുടങ്ങി ഞങ്ങളുടെ ഒരു വീക്ഷണം അവതരിപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പാർട്ടിക്ക് അപ്പാടെ ഓൺ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം എനിക്കിപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അന്നും ഞാൻ അകത്ത് കയറാൻ നോക്കിയില്ല, പിന്നെ എങ്ങനെ എന്നെ പുറത്തു നിർത്താൻ നോക്കിയ ആരോപണം. ചാനൽ തുടങ്ങിയ കാലത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ കുറച്ചാളുകൾ മുനീറിനെതിരെ പ്രവർത്തിച്ചു എന്ന് മുനീർ തന്നെ പറയുന്നു. അത് ആരൊക്കെയാണ്? എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. പക്ഷേ മുനീർ പറയുന്ന വിഷയങ്ങൾ പാർട്ടി ലീഡേഴ്സും അതുപോലെ തന്നെ ഞങ്ങളൊക്കെയും എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിവാദപരമായി അതിനകത്തൊന്നും വന്നിട്ടില്ല.
വന്നതൊക്കെ ചാനലിൻ്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായ വിഷയവും ചാനലുമായി ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഓരോ വിഷയങ്ങളെ തിരിഞ്ഞു നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് അനോമലീസ് കാണും. മുനീർ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. ചാനൽ തുടങ്ങുന്ന വിഷയങ്ങൾ പാർട്ടിക്കകത്ത് വന്നപ്പോൾ ചാനൽ തുടങ്ങിയാൽ നമുക്കുണ്ടാവാവുന്ന പ്രോബ്ലംസ് ചർച്ചയ്ക്ക് വിധേയമായി. അന്നേരം തങ്ങളോട് ചോദിച്ചു, തങ്ങളിന്നാ മുനീർ തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. മുനീർ തുടങ്ങി. കാലം കുറേ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിടയിൽ അതിൽ എന്നെ സംബന്ധിച്ച വിഷയങ്ങൾ വരുന്നു. അതാ ചാനൽ കൊടുക്കുന്നു, അത് വിവാദമാകുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സംഭവാമി യുഗേ യുഗേ എന്നും പറഞ്ഞ് നമ്മള് അല്ല, പരോക്ഷമായിട്ട് താങ്കൾ പറയുന്നത് താങ്കൾക്ക് ഈ കാര്യത്തിൽ ഗൂഢമായ ഒരു സന്തോഷമുണ്ട് എന്നല്ലേ? അതായത് താങ്കൾ ഈ കാര്യത്തിൽ ആരോപണ വിധേയനായി, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് തിരിഞ്ഞു വരുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല ഞാൻ പറയുന്ന, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ജീവിതയാത്രക്കിടയിൽ മനുഷ്യൻ പലതും ചെയ്യും. ഒരു ഘട്ടത്തിൽ ചെറുപ്പത്തിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആ ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്ന 1000 കൊല്ലം ആയുസുണ്ടെന്നാ. അപ്പോൾ പലതുമാകാനുള്ള മോഹങ്ങൾ കാര്യങ്ങളും ഒക്കെ, അങ്ങനെ എനിക്ക് കുറേ തെറ്റുപറ്റി. അല്ല, മുനീറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അവിവേകം അല്ല, ഞാൻ എന്നെ പറ്റിയാ പറയുന്നത്. മുനീർ പിന്നെ ചാനൽ തുടങ്ങുക എന്നുള്ളത് ഒരു വലിയ വിഷയമായി കരുതി മുനീർ അത് ചെയ്തു. ഞാൻ ചാനൽ നടത്തിപ്പിൽ ഇൻവോൾവ് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഭയപ്പെട്ട വിഷയങ്ങൾ ചാനലിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ മുനീറിൻ്റെ കാര്യത്തിലുണ്ടായി. അദ്ദേഹത്തിന് അതിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, മുനീർ വിചാരിച്ചെങ്കിൽ ചാനലിൽ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ വരുന്നത് തടയാൻ കഴിയുമായിരുന്നു. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വിഷയം ഇപ്പോൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതേക്കുറിച്ച് ഇനി ഒരു ചർച്ച, ഞാൻ പറഞ്ഞല്ലോ, മറക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ട എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി സന്തോഷിക്കുന്നുമില്ല, ദുഃഖിക്കുന്നുമില്ല, ഒന്നുമില്ല. ഈ ചർച്ചയിൽ വന്ന മറ്റൊരു കാര്യം ആണ്, താങ്കൾക്ക് കൂടി ഈ ചാനലിൽ പങ്കാളിത്തം ഉണ്ടാക്കണം എന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് മുനീറിനോട് സംസാരിച്ചപ്പോൾ അത് വേണ്ട, കുഞ്ഞാലിക്കുട്ടി ഉണ്ടെങ്കിൽ എല്ലാം കുഞ്ഞാലിക്കുട്ടി ഹൈജാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് താങ്കളെ മാറ്റി നിർത്തി എന്നാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ലാതെ ഞാൻ മറുപടി പറയേണ്ട വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആരോ മുനീറും വേറെ ആളുകളും തമ്മിൽ നടന്ന ചർച്ച എന്ന നിലക്കാണ് വീക്കിലിയിലൊക്കെ വന്നിരിക്കുന്നത്, മാതൃഭൂമി ആഴ്ചവകുപ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ അതിൽ കയറി എങ്ങനെ അഭിപ്രായം പറയും? എനിക്കറിയില്ലല്ലോ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് ഒരു ചാനലിൻ്റെ ഭാഗമാവാൻ കഴിയില്ലായിരുന്നു. എല്ലാ സമയത്തും ഞാനത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഞാനൊരു ചാനൽ തുടങ്ങാൻ അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എനിക്ക് വളരെ സുഖമായി തുടങ്ങാമായിരുന്നു. യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാരണം കേരളത്തിലെ പിന്നെ അന്നത്തെ മന്ത്രിയെന്നോ അല്ല എന്ത് പദവികളാണെങ്കിലും ശരി വെച്ചിട്ട് ഞാൻ അന്നൊരു ഡിസിഷൻ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് തുടങ്ങാൻ അതിന് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ പാർട്ടിയുടെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അത് പറ്റൂല എന്ന് ഞാൻ നേരത്തെ കണ്ടു. കാരണം കോൺട്രവേഴ്സ്യലാവും. ഇന്നും പറ്റൂല എന്ന് എനിക്കറിയാം. ഇന്നും ലീഗ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ചാനലിന്റെ ചെയർമാൻ സ്ഥാനം ഞാൻ ഇരിക്കൂല, ഉറപ്പിച്ചു പറയാം, ഞാനിരിക്കൂല. പക്ഷെ അന്ന് ആ ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്ത് മുനീർ ഇരിക്കാൻ തീരുമാനിച്ചത് ഒരു അബദ്ധമായിരുന്നു. അബദ്ധം എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ഫേസ് ചെയ്ത പോലെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. അത് ഞാൻ മുൻകൂട്ടി കണ്ടു. പിന്നെ സൂക്ഷിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും ഞാൻ മുനീറിനോട് പറഞ്ഞതുമാണ്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഈ ചാനലിലൊക്കെ വരുന്ന മീഡിയ ഫ്രീഡം അല്ലേ, എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോയാൽ എന്താവും കഥ? അപ്പോൾ അതും നടക്കൂല. മീഡിയ ഫ്രീഡം എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങളിൽ ഇടപെടുക, അവനവന് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടണം. അത് അഭിപ്രായം പറയില്ലല്ലേ. ഓണർക്ക് യാതൊരു ഫ്രീഡം